ഭുവനസുന്ദര, എനിക്ക് അങ്ങേ ഇഷ്ടമായി. എങ്ങനെ ഇഷ്ടമായി? ആ ഭഗവാൻ ആലോചിക്കണത്. കാരണം കണ്ടിട്ടില്ല, അന്ന് ഫേസ്ബുക്കൊന്നും ഇല്ലല്ലോ. പിന്നെ എങ്ങനെ ഇഷ്ടപ്പെട്ടു? ശ്രുത്വാ ഗുണാൻ ഭുവനസുന്ദര ശൃണ്വതാം തേ, കേട്ടിട്ടാണ് ഇഷ്ടപ്പെട്ടത്. ശ്രുതി എങ്ങനെയാണ്? വേദം, അത് കേട്ടിട്ടാ, അല്ലെങ്കിൽ ഭാഗവതം, അങ്ങനെയാണ് ഇഷ്ടപ്പെടുക. അല്ലാത്ത ഇഷ്ടമൊക്കെ ഇല്ലാണ്ടേ വിട്ടു. വെറുതെ അമ്പലത്തിൽ വന്ന് പോകാൻ ചിലപ്പം അത് നാളെ വന്നില്ല എന്ന് വരും, പിന്നെ അത് പോയിന്നും വരും. ഭാഗവതം കേട്ടിട്ടാണെങ്കിൽ അത് പോവില്ല. ശ്രുത്വാ ഗുണാൻ ഭുവനസുന്ദര ശൃണ്വതാം തേ നിർവിശ്യ കർണവിവരൈഃ ഹരതോംഗതാപം രൂപം ദൃശാം ദൃശിമതാമഖിലാർത്ഥലാഭം ത്വയ്യച്യുതാ വിശതി ചിത്തമപത്രപം മേ. ഭഗവാനെ, അങ്ങയുടെ ഗുണങ്ങൾ, സജ്ജനങ്ങൾ പറയണത് കേട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. അങ്ങനെയാണ് ഞാൻ അങ്ങയെ ഇഷ്ടപ്പെട്ടത്. ഇനി നമ്മൾ തമ്മിൽ ചേരില്ല എന്നാണെങ്കിൽ ചേരും. കുറച്ച് കാര്യങ്ങൾ നോക്കണം എന്നാണ് കല്യാണമൊക്കെ ആകുമ്പോഴേ. എന്തൊക്കെ നോക്കണം? വിദ്യ, വയഃ, ദ്രവിണധാമഭിരാത്മതുല്യം, പഠിപ്പ് നോക്കണം. കുലം, ശീലം, രൂപം, വിദ്യ, വയസ്സ്, ഇതൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ തമ്മിൽ ചേരും. കുലം കുഴപ്പമില്ല, ശീലം ഏറെക്കുറെ വരെ ശീലമാണ്, വിദ്യ പഠിപ്പും വേണം. ഭാര്യയ്ക്കും ഭർത്താവിന് ഏറെക്കുറെ പഠിപ്പ് നോക്കണം, വിദ്യ നോക്കണം. അതൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ തമ്മിൽ ചേരും. അതുകൊണ്ട് കാലേ നരസിംഹ നരലോക മനോഭിരാമം, അല്ലെങ്കിൽ നരസിംഹമേ അങ്ങ് വന്ന് എന്നെ സ്വീകരിക്കണം. ഗോമായുവൻ മൃഗപതേർബലിമംബുജാക്ഷ, ഒരു കാര്യം ഞാൻ എടുത്തു പറയാം. സിംഹത്തിന് വെച്ച എര, അത് ഒരു കുറുക്കം കൊണ്ടുപോയാൽ ആർക്കാ കുറവ്? എരയെ ആരെയും കുറ്റം പറയുമോ? പറയില്ല. ആരെ പറയാ? സിംഹത്തിന് ഉശരില്ല എന്നാ പറയുക. അതുകൊണ്ട് ശിശുപാലിന് വെച്ച എന്നെ അങ്ങ് കൊണ്ടുപോയില്ലെങ്കിൽ എന്നെ ആരും കുറ്റം പറയില്ല. കൃഷ്ണൻ പോരാ എന്നാ പറയുക. ഭഗവാനായി ഇപ്പം ഇത് ബാധ്യത, അവളെ കൊണ്ടുവരേണ്ട പ്രശ്നം. അങ്ങനെ വന്ന് കൊണ്ടുപോകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം അന്ന് ഞാൻ അങ്ങ് മാറി നിൽക്കുമ്പോൾ അങ്ങയുടെ പിന്നാലെ വന്ന് അങ്ങയുടെ കഴുത്തിൽ മാറിട്ടത് അങ്ങ് ഓർമ്മിക്കുന്നുണ്ടോ? നിർമ്മഥ്യ ചൈത്യമഗതേന്ദ്രബലം പ്രസഹ്യ. നിർമ്മഥ്യ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത് അതൊരു കോഡ് ഭാഷയാണ്. അത് ഭഗവാന് മാത്രമേ മനസ്സിലാവുള്ളൂ, രുക്മിണിക്കും. മഥനം, ഏത് മഥനം? നിർമ്മഥ്യ പറഞ്ഞ പാലാഴി മഥനം. അതാണ് പാലാഴി മഥന സമയത്ത് ഞാൻ പൊന്തി വന്നല്ലോ ലക്ഷ്മി ദേവി. ആ സമയത്ത് അങ്ങ് വിട്ടിരിക്കുകയായിരുന്നു. എന്നെ നോക്കാണ്ട് തിരിഞ്ഞിരിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഇത്രയും പേര് എൻ്റെ പിന്നാലെ വന്നപ്പോൾ ഒക്കെ ഒഴിവാക്കി അങ്ങയുടെ അടുത്തേക്ക് വന്നു. അതിന് പകരം ഇപ്പം എന്ത് ചെയ്യണം? ഞാൻ അങ്ങോട്ട് വരില്ല, ഞാൻ അങ്ങ് തിരിഞ്ഞ് നടക്കും, അങ്ങ് കേട്ട് വരിക. ഞാൻ ശിശുപാലിൻ്റെ അടുത്തേക്ക് മാലയിട്ട് പോകും. അപ്പോൾ അങ്ങ് എന്ത് ചെയ്യണം? അങ്ങ് തേര് തെളിച്ച് വന്ന് എന്നെ തേരിട്ട് കൊണ്ടുപോകണം. അതിന് പകരം ആണ് നിർമ്മഥ്യ ചൈദ്യമഗതേന്ദ്രബലം പ്രസഹ്യ. അങ്ങ് വന്ന് തട്ടിക്കൊണ്ടുപോകുന്നു വേണ്ട. മാം രാക്ഷസേന വിധിനോദ്വഹ വീര്യശുൽക്കാം. രാമനായിട്ട് വന്നതുപോലെ അന്ന് വന്നിട്ട് ആ വില്ല് പൊട്ടിച്ച് ആ ശബ്ദം കേട്ട ആളിൽ ഞെട്ടിയില്ലേ? ഇതുപോലെ അങ്ങയുടെ ഞാണൊലി ശബ്ദം അത് കേൾപ്പിക്കണം. അങ്ങയുടെ മഹത്വം അവരറിയണം. അങ്ങനെ വന്ന് അങ്ങ് എന്നെ കൊണ്ടുപോകണം. ഭഗവാൻ പറഞ്ഞു, ശരി വരാം, കൊണ്ടുപോവാം. പക്ഷെ നിന്നെ ഞാൻ കണ്ടില്ലല്ലോ. എങ്ങനെ രുക്മിണിയെ കാണാൻ നിശ്ചയില്ലല്ലോ? അതിനുള്ള മറുപടി പറയാണ്, അത് ഞാൻ പറഞ്ഞു തരാം. അന്തഃപുരാന്തരചരീമനിഹത്യ ബന്ധൂൻ ത്വാമുദ്വഹേ കഥമിതി പ്രവദാമ്യുപായം പൂർവേദ്വിരസ്തി മഹതി കുലദേവി യാത്ര. ഞങ്ങളുടെ സമ്പ്രദായം അനുസരിച്ച് വിവാഹത്തിൻ്റെ മുമ്പ് അടുത്തുള്ള പരദേവതയെ പോയി നമസ്കരിക്കും. അവിടെ തൊഴാൻ പോകുമ്പോൾ അധികം പേരുണ്ടാവില്ല. ഞാനും എൻ്റെ കൂടെ കുറച്ച് തോഴിമാരേ ഉണ്ടാവുള്ളൂ. ആ കൂട്ടത്തിൽ അങ്ങേക്ക് എന്നെ കണ്ടുപിടിക്കാൻ വലിയ പ്രയാസം ഉണ്ടാവില്ല. അവിടേക്ക് അങ്ങ് വന്ന് എന്നെ കൊണ്ടുപോകണം. ഇനി അഥവാ അങ്ങ് വന്നില്ലെങ്കിൽ തീ ചാടും. വണ്ടിക്ക് തല വയ്ക്കും. എന്താ പറയണത്? അഥവാ അങ്ങ് വന്നില്ലെങ്കിൽ യർഹി അംബുജാക്ഷ, അല്ലയോ താമരക്കണ്ണ. എന്തിനാ അങ്ങനെ വിളിച്ചത്? നമ്മളൊക്കെ താമരകളാ. താമര ചളിക്കുണ്ടിലാ. എവിടെയാണ്? സംസാരമാകുന്ന ചളിക്കുണ്ടിലാണ് ഈ താമരകളൊക്കെ. ഭഗവാൻ ആരാണ്? സൂര്യൻ ആണ്. സൂര്യന് വേണ്ടിയിട്ടാണ് ഈ താമര നിൽക്കുന്നത്. സൂര്യൻ എത്രയോ ദൂരത്താണ്, താമരയുടെ അടുത്തൊന്നുമല്ല. പക്ഷേ എത്ര വലിയ ചളിയിലാണെങ്കിലും, എത്ര വലിയ കാടാണെങ്കിലും, കുറ്റിക്കാട്ടിലാണെങ്കിലും, കൂരിരുട്ടിലാണെങ്കിലും സൂര്യൻ ഉദിച്ചാൽ സൂര്യൻ കാണാണ്ടിരിക്കുന്നുമില്ല താമരയെ. എത്രയോ മൈലുകൾക്കപ്പുറത്താണ്. എന്നാലും ഈ താമരയെ കാണും. താമരയ്ക്ക് സൂര്യനെ കിട്ടും എന്നാണ്. സൂര്യനെ ആഗ്രഹിക്കാനുള്ള അവകാശം ആർക്കുണ്ട്? താമരയ്ക്കുണ്ട്. ഇതുപോലെ ഈ ജീവന്, മനുഷ്യന് ഭഗവാനെ ആഗ്രഹിക്കാനുള്ള അവകാശമുണ്ട്. എവിടേക്കാണെങ്കിലും എന്തെല്ലാം പ്രയാസങ്ങളുണ്ടെങ്കിലും ഏതൊക്കെ ബുദ്ധിമുട്ട് ഉണ്ടെങ്കിലും ആ ജീവനെ ഭഗവാൻ കാണാണ്ടിരിക്കില്ല. അതാണ് യർഹി അംബുജാക്ഷ, അല്ലയോ ഭഗവാനെ അങ്ങയുടെ പ്രസാദം എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ജഹ്യാമസൂൻ പ്രതകൃശാൻ ശതജന്മഭിസ്യാത്. ഞാൻ വേറൊരാളെ വിവാഹം കഴിക്കുന്നില്ല, ശിശുപാലനെ കഴിക്കുന്നില്ല. ഞാൻ വ്രതം അനുഷ്ഠിക്കും, സൽക്കർമ്മങ്ങൾ ഇനിയും അനവധി ചെയ്യും. ചിലപ്പോൾ പുണ്യം പോരായിട്ടാവും അങ്ങേ കിട്ടാത്തത്. കുറച്ചും കൂടി സൽക്കർമ്മങ്ങൾ ചെയ്യുക. എന്നിട്ടോ ഈ ജന്മം കഴിഞ്ഞാൽ അടുത്ത ജന്മത്തിൽ തന്നെ
ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്ത് അങ്ങയുടെ നാമം ജപിച്ച് വ്രതമനുഷ്ഠിച്ച് അടുത്ത ജന്മത്തിലാണെന്ന് വെച്ചാൽ അങ്ങനെ ശതജന്മഭിസ്യാത് 100 ജന്മങ്ങൾ പോരാ, 1000 പോരാ, കോടി കാത്തിരിക്കാൻ തയ്യാറാ എന്ന് അങ്ങയുടെ സ്വന്തം രുക്മിണി ഒപ്പ്. ഭഗവാൻ അത് ഇഷ്ടപ്പെട്ടു. ഒപ്പല്ല, അങ്ങയുടെ സ്വന്തം രുക്മിണി. അതാ വേണ്ടത്. എൻ്റെ കൃഷ്ണൻ എന്നല്ല, അങ്ങയുടെ ഞാൻ എന്നാണ് പറഞ്ഞത്. ഭഗവാൻ ആ കത്ത മേശപ്പുറത്ത് വെച്ച ബ്രാഹ്മണനോട് പറഞ്ഞു, കുറച്ച് ദിവസമായിട്ട് എനിക്കും ഉറക്കല്ല, രുക്മിണി എന്ന് വിചാരിച്ചിട്ടെ, ഞാൻ അവളെ അധികം വൈകാണ്ട് കൊണ്ടുവരും. താം ആനയഷ്യ ഉന്മഥ്യ, ഞാൻ അവളെ കൊണ്ടുവരും എന്ന് പറഞ്ഞ ഭഗവാൻ ആ ബ്രാഹ്മണനെയും കൂട്ടി തേരിൽ പുറപ്പെട്ടു. രാമേട്ടൻ എത്തിയ സമയത്ത് കൃഷ്ണനെ കാണുന്നില്ല. എവിടെ പോയി ചോദിച്ചു. ഭടന്മാർ പറഞ്ഞു എന്തോ രുക്മിണിന്നോ കൊണ്ടുവരുന്നോ എന്തൊക്കെയോ പറഞ്ഞ് പോയിട്ടുണ്ട്. മേശപ്പുറത്ത് ആ കത്തുണ്ട്, വായിച്ചു നോക്കിയപ്പോൾ കാര്യം മനസ്സിലായി. ശിശുപാലന് വിവാഹം കഴിച്ച് കൊടുക്കാൻ വെച്ചതാണ് ആ കുട്ടിയെ. അതിനെയാണ് തട്ടിക്കൊണ്ടുവരാൻ ആര് പോയത്? കൃഷ്ണൻ പോയത്. ഉറപ്പാണ് യുദ്ധം ഉണ്ടാവും. ശത്രുക്കൾ അനവധിയുണ്ട് കൃഷ്ണന്. എല്ലാവരും കൂടി യുദ്ധത്തിന് വരും. കൂടെ ആരാളുള്ളത്? യുദ്ധം ചെയ്യാൻ പാകത്തിന് ആരാളുള്ളത്? ബ്രാഹ്മണൻ. യുദ്ധം ചെയ്യാൻ ഊണഴിക്കാൻ പറ്റുന്നല്ലാതെ എന്ത് ചെയ്യും? ഇങ്ങനൊരു ആലോചന ഇല്ലാണ്ട് കൃഷ്ണൻ പുറപ്പെട്ടുമല്ലോ എന്നും പറഞ്ഞ് വേഗം തന്നെ സൈന്യങ്ങളൊക്കെ കൂട്ടി ലക്ഷക്കണക്കിന് സൈന്യങ്ങളുമായിട്ട് ആര് പുറപ്പെട്ടു? ഭ്രാതൃസ്നേഹ പരിപ്ലുത. അത്രയ്ക്ക് സ്നേഹ അനിയനോട്. ലക്ഷക്കണക്കിന് സൈന്യങ്ങളെയും കൂട്ടിയിട്ട് ആ അനിയനോട് സ്നേഹമുള്ള രാമേട്ടൻ എത്തി വിദർഭയിൽ. എന്നിട്ട് ആരെത്തിയില്ല? കൃഷ്ണൻ എത്തിയില്ല. കൃഷ്ണൻ അങ്ങനെ രാമനോട് സോറയൊക്കെ പറഞ്ഞ് അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ എത്തുമ്പോൾ രാമേട്ടൻ അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ട്, കണ്ണുരുട്ടിങ്ങനെ നിൽക്കുകയാണ് കൃഷ്ണനെ നോക്കിയിട്ട്. കല്യാണമൊക്കെ ആണെങ്കിൽ ഏട്ടനല്ലേ, ഒന്നാലോചിക്കണ്ടേ, ഒന്ന് പറയണ്ടേ. കൃഷ്ണൻ അവിടെ ഏട്ടനെ കണ്ടപ്പോഴാണ് അയ്യോ ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയത്. ഒരു വാക്ക് പറയണ്ട, ആ എടുത്ത ചാടി അങ്ങോട്ട് പുറപ്പെട്ടു. രുക്മിണി അങ്ങോട്ട് കേട്ടപ്പം പുറപ്പെട്ടതാ. ഇവിടെ എത്തിയപ്പോഴാണ് ഏട്ടനെ കണ്ടപ്പം ഇനിയിപ്പോൾ എന്ത് ചെയ്യും, അദ്ദേഹം ചീത്ത പറയും. പക്ഷെ സാമർഥ്യമുള്ളതുകൊണ്ട് തിരക്കടില്ല. കൃഷ്ണൻ അടുത്തെത്തി. രാമേട്ടൻ ചീത്ത പറയാൻ പുറപ്പെടുമ്പോഴേക്ക് അടുത്തെത്തിയിട്ട് പറഞ്ഞു എനിക്കറിയാം ഏട്ടൻ വരുന്നു. അതിലങ്ങോട്ട് വീണു പാവം. ഏതായാലും അവിടുന്ന് ഭംഗിയിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. കുട്ടികളൊക്കെ പലരും കൂട്ടുകാരുണ്ട്, ബന്ധുക്കളുണ്ട്, സുഹൃത്തുക്കളുണ്ട്, ഭക്തന്മാരുണ്ട്. അവരൊക്കെ കൂട്ടിക്കൊണ്ടുപോയി ഭഗവാനെ. ശിശുപാലനും എത്തിയിട്ടുണ്ട്, ഒരുങ്ങുന്നുണ്ട്. അതങ്ങനെ നടക്കണു. പക്ഷേ കൃഷ്ണൻ എത്തിയ കാര്യം രുക്മിണിക്ക് അറിയില്ല. അവളാകെ പരിഭ്രമിച്ചു. ഇനി ഭഗവാൻ വരില്ലേ, ഇനി ഭഗവതി അനുഗ്രഹിക്കാണ്ടിരിക്കുമോ എന്നൊക്കെ ശങ്കിച്ചിരിക്കുമ്പോഴാണ് തൻ്റെ ഇടത്തെ കൈയൊന്ന് വറച്ചു. ശുഭലക്ഷണമായിട്ടാണ്. സ്ത്രീകളുടെ ഇടത്തെ ഭാഗം വറച്ച ശുഭലക്ഷണമായിട്ടും പുരുഷന്മാർക്കത് അശുഭലക്ഷണമായിട്ടൊക്കെ പറയും. അപ്പോൾ എന്തോ നന്മ വരാൻ പോവുകയാണല്ലോ വിചാരിച്ച് നോക്കിയ സമയത്ത് ദൂരത്താരെ കണ്ടു? ബ്രാഹ്മണനെ കാണണ്ടേ, അയാളുടെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് പേടിക്കേണ്ട, ആളെത്തിയിട്ടുണ്ട് എന്നുള്ള മട്ടിൽ അദ്ദേഹം ഇങ്ങനെ ആ മുഖത്ത് പറയുന്നുണ്ട് കൃഷ്ണൻ എത്തിയിട്ടുണ്ടെന്ന്. അതങ്ങോട്ട് അറിഞ്ഞതും രുക്മിണിക്ക് പിന്നെ അവിടെ ഇരിക്കാൻ പറ്റിയില്ല. രുക്മിണി അങ്ങോട്ട് എഴുന്നേറ്റു. ഭഗവാനെ തന്നെ ഇങ്ങോട്ട് കൊണ്ടെത്തിച്ച ആ ബ്രാഹ്മണന് പകരമായിട്ട് താൻ എന്താ കൊടുക്കേണ്ടത്? രുക്മിണി പറഞ്ഞ ലക്ഷ്മി ദേവിയാണ്. സ്വർണ്ണ നാണയം കൊടുക്കാം, രത്നങ്ങൾ കൊടുക്കാം, കാശ് കൊടുക്കാം, 10 കോടി റുപ്യ, ഒരു 100 കോടി റുപ്യ പറ്റുമോ? അത്രയ്ക്കുള്ളൂ ഭഗവാൻ വരും. അവളങ്ങോട്ട് എഴുന്നേറ്റ് ഓടിച്ചെന്നു. പ്രിയമന്യൻ നാമസ. ആ ലക്ഷ്മി ദേവിയുടെ നമസ്കാരത്തേക്കാൾ വലുത് എന്താണുള്ളത്? ഏറ്റവും വലിയ കാര്യം നമസ്കാരമാണ്. തൊഴുതങ്ങോട്ട് നമസ്കരിച്ചു ആ ബ്രാഹ്മണനെ. അദ്ദേഹം അനുഗ്രഹിച്ചു. ഒക്കെ മംഗളമായിട്ട് നടക്കട്ടെ. അങ്ങനെ തോഴിമാരെ കൂട്ടി നേരെ ചെന്നു. ആ ഭഗവതിയെ തൊഴുത് നമസ്കരിച്ചു. പ്രാർത്ഥന: നമസ്യേ ത്വാംബികേ അഭീക്ഷ്ണം സ്വസന്താനയുതാം ശിവാം ഭൂയാത് പതിർമേ ഭഗവാൻ കൃഷ്ണ തദനുമോദതാം. അമ്മയെ അനുഗ്രഹിക്കണേ, ആ കൃഷ്ണൻ എനിക്ക് പതിയായിട്ട് വരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അമ്മയും പരമേശ്വരനും പാർവതിയും സുബ്രഹ്മണ്യനും ഗണപതിയും അയ്യപ്പനും കുടുംബസമേതം അവരനുഗ്രഹിച്ചു. ആ അനുഗ്രഹം വാങ്ങി തോഴിമാരുടെ കൈപിടിച്ച് മെല്ലെ വരവാണികളൊത്തു മന്ദമന്ദം വരിയായിട്ടു വരുന്ന കാന്തി കണ്ടാൽ വരവാനിൽ നിറഞ്ഞ ചന്ദ്രമാല വരവാണി വരവെന്നു തന്നെ തോന്നും. ദേവി ആ തോഴിമാരുടെ കൈപിടിച്ച് വരുന്നത് കണ്ടാൽ നക്ഷത്രങ്ങളുടെ നടുക്കുന്ന ചന്ദ്രൻ അങ്ങോട്ട് ഇറങ്ങി വരികയാണോ തോന്നും. മെല്ലെ പുഞ്ചിരിച്ച് ദേവി മെല്ലെ മെല്ലെ ഇങ്ങനെ നടന്നു വരണു. കളഹംസഗാമിനിയും അരയന്നം പോലെ. എന്തിനെത്ര മെല്ലെ നടക്കണത്? ഭഗവാൻ തൻ്റെ അടുത്തേക്ക് വരാനുള്ള സമയം കൊടുക്കുകയാണ്. ആണ് മെല്ലെ മെല്ലെ നടന്നു വരികയാണ്. ഭഗവാൻ കുറച്ച് ദൂരത്തുണ്ട്. ആര് കണ്ടിട്ടുണ്ട്? രുക്മിണി ചെറുതായിട്ടൊന്നും കണ്ടിട്ടുണ്ട്. പക്ഷെ വിസ്തരിച്ച് അങ്ങനെ നോക്കാനൊന്നും വയ്യല്ലോ. അതുകൊണ്ട് മെല്ലെ നടന്ന് അങ്ങനെ വരണു. ഇത്രയും പേര് അവരുടെ നോട്ടം കൊണ്ടാണോ? അതാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ധാരാളം പേര്, ലക്ഷക്കണക്കിന് ആളുകൾ അപ്പോഴേക്കും ഈ വാർത്ത ലീക്കായി. രുക്മിണി പുറപ്പെട്ടിട്ടുണ്ട്, ഒരുങ്ങി പുറപ്പെട്ടിട്ടുണ്ട്, അമ്പലത്തിൽ തൊഴുതു വരുന്നുണ്ടെന്ന് കേട്ടപ്പോഴേക്കും എല്ലാവരും അങ്ങോട്ട് ഓടി. കുറേ പേര് തേരിൽ, കുറേ പേര് കുതിരപ്പുറത്ത്, കുറേ പേര് കാണാൻ പറ്റാതെയായപ്പം പിന്നെ മതിലിൻ്റെ മുകളിൽ കയറി നിന്നും കൊണ്ട് ഇങ്ങനെയൊക്കെ പലരും. അവരുടെയൊക്കെ നോട്ടത്തിൻ്റെ ഭാരം കൊണ്ടാണോ പദാ ചലന്തീം കളഹം സഗാമിനിയും അരയണം വരണത് പോലെ മെല്ലെ മെല്ലെ നടന്നു വരണു. ഈ കാഴ്ച കൈലാസത്ത് പരമശിവനും കാണുകയാണ്. താം ദേവമായാമിവ വീരമോഹിനിയും. രുക്മിണി അങ്ങനെ മംഗല്യ പുടവയുടുത്ത് ആ ദേവി മെല്ലെ തല താഴ്ത്തി പുഞ്ചിരിച്ച് അങ്ങനെ നടന്നു വരുന്നത് കാണുമ്പം കൃഷ്ണനും കുറച്ചു നേരം ഇങ്ങനെ നോക്കി നിന്നു, എല്ലാം മറന്നുകൊണ്ട്. അതാര് കണ്ടു?
പരമശിവൻ ഇങ്ങനെ സൂം ചെയ്ത് നോക്കി. ഭ്രമിച്ചു. ആര്? കൃഷ്ണൻ ഭ്രമിച്ചു. പാർവതിയെ വിളിച്ച് പറഞ്ഞു, ഇപ്പോഴാണ് എനിക്ക് സന്തോഷമായത്. താം ദേവമായാമിവ വീരമോഹിനിയും. പണ്ട് എന്നെ മോഹിപ്പിച്ച മോഹിനി അത്. അയാളൊന്ന് മോഹിച്ചല്ലോ. അതാണ് അയാളെ മോഹിപ്പിക്കുന്ന ആളാണ് ആര്? രുക്മിണി. താം വീണ കുഴിയിൽ വേറെ ആൾ വീഴുമ്പോൾ ഒരു സന്തോഷം. താം ദേവമായാമിവ വീരമോഹിനിയും. ആ മോഹിനി പോലും ആരെ കണ്ട് മോഹിച്ചു? ഈ മോഹിനിയെ കണ്ട്, രുക്മിണിയെ കണ്ട് കുറച്ചു നേരം നോക്കി നിന്നു. ശുചിസ്മിതാം ബിംബഫലാതരദ്യുതി ശോണായമാന ദ്വിജകുന്ദകുട്മളാം പദാചലന്തീം കളഹംസഗാമിനീം ശിഞ്ചത് കലാനോപുരധാമശോഭിന വിലോക്യ വീരാമുമുഹു സമാഗത. അവിടെ വന്നവരൊക്കെ രുക്മിണിയെ കണ്ട് ഭ്രമിച്ചു എന്നാണ്. എന്തൊരു സൗന്ദര്യം! പലരും പല ഗോഷ്ഠികൾ കാണിച്ചു.